മൈ ലോർഡ്, യു ആർ ദ മോസ്റ്റ് ജനറസ് ഓഫ് മാസ്റ്റേഴ്സ്. അങ്ങ് വളരെയധികം ഉദാരമനസ്കനാണ്. യു ഹാവ് ഫിൽഡ് മൈ ലാമ്പ് വിത്ത് ഓയിൽ. അങ്ങ് എൻ്റെ വിളക്കിൽ എണ്ണ കൊണ്ട് നിറച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, എനിക്ക് വേണ്ടുന്നതെല്ലാം അങ്ങ് നൽകി. ഇറ്റ് വിൽ ഫോർ എവർ ബേൺ ഇൻ യുവർ ഓണർ. അങ്ങയോടുള്ള ബഹുമാന സൂചകമായിട്ട് ഇതെന്നെന്നും ജ്വലിക്കും. ഞാൻ എന്നെന്നും അങ്ങയുടെ അടുത്ത് ബഹുമാനം ഉള്ളവനായിരിക്കും. ദ നെക്സ്റ്റ് ഡേ ടിൽ ആസ്ക്ഡ് ദ ആർച്ച് ഡ്യൂക്ക് ടു അലൗ ഹിം ടു സീ ഓൾ ദ കോർട്ടിയേഴ്സ് ഹു വെയർ ടു ബി പെയിന്റഡ് അലോങ് വിത്ത് ഹിം. അപ്പം പിറ്റേ ദിവസം തന്നെ ടില്ല് ആർച്ച് ഡ്യൂക്കിന്റെ അടുത്ത് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ആർച്ച് ഡ്യൂക്കിന്റെ അടുത്ത് ആവശ്യപ്പെട്ടു. എന്താണ്? ആർച്ച് ഡ്യൂക്കിനോടൊപ്പം ചിത്രത്തിൽ ഉൾപ്പെടുന്ന മറ്റുള്ളവരെ കാണണമെന്ന് ടില്ല് പറഞ്ഞു. They came and saw him one by one. ഓരോരുത്തരായിട്ട് വന്ന് ടില്ലിനെ കണ്ടു. The first to come was the commander in chief of the army. ആദ്യം വന്നത് ആരായിരുന്നു? കമാൻഡർ ഇൻ ചീഫ് ഓഫ് ദി ആർമി. അദ്ദേഹം എങ്ങനെയുള്ള വ്യക്തിയായിരുന്നു? He was a short, fat, bald man with an enormous paunch. എങ്ങനെ? പൊക്കം കുറഞ്ഞ് കഷണ്ടി തലയും അതോടൊപ്പം തന്നെ വലിയ കുടവയറുമുള്ള വ്യക്തിയായിരുന്നു. ആരെന്ന് പറയുന്നത്? കമാൻഡർ ഇൻ ചീഫ് ഓഫ് ദി ആർമി. He whispered in Till's ear, when you paint my picture, remember you are to make me look handsome. അപ്പൊ അദ്ദേഹം കമാൻഡർ ഇൻ ചീഫ് ഓഫ് ദി ആർമി അദ്ദേഹം ടില്ലിന്റെ ചെവിയിൽ രഹസ്യമായിട്ട് എന്തോ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? നിങ്ങൾ എൻ്റെ ചിത്രം വരയ്ക്കുമ്പോൾ ഓർമ്മിക്കുക, എന്ത് ചെയ്യുക? എന്നെ വളരെ ഹാൻസം ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് വരയ്ക്കുന്ന കാര്യം ഓർമ്മിക്കുക, വരയ്ക്കണമെന്നുള്ള കാര്യം ഓർമ്മിക്കുക. ഇഫ് യു ഡു നോട്ട് മേക്ക് മൈ സ്റ്റൊമക് ലുക്ക് ഫ്ലാറ്റ്, ഐ വിൽ ഹാവ് യു ഹാങ്ഡ്. എൻ്റെ വയറൊക്കെ ഫ്ലാറ്റാക്കി വരച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങയെ എന്ത് ചെയ്യും? തൂക്കിലേറ്റും. റിമെമ്പർ ഐ വാസ് വൺസ് എ വെരി ഹാൻസം സോൾജിയർ. ഒരിക്കൽ ഞാൻ വളരെ ഹാൻസം ആയിട്ടുള്ള സോൾജിയർ ആയിരുന്നു എന്നുള്ള കാര്യം റിമെമ്പർ ചെയ്യുക, ഓർമ്മിക്കുക. ആൻ എൽഡർലി ലേഡി കെയിം നെക്സ്റ്റ്. അടുത്തതായിട്ട് എൽഡർ ആയിട്ടുള്ള ഒരു ലേഡി കടന്നു വന്നു. ഷീ ഹാഡ് എ ലാർജ് ഹംപ് ഓൺ ഹർ ബാക്ക്. അവരുടെ മുതുകിലായിട്ട് വലിയൊരു മുഴയുണ്ടായിരുന്നു. സർ പെയിന്റർ, ഷീ സെഡ് സോഫ്റ്റ്ലി, മേക്ക് മീ ലുക്ക് യങ് ആൻഡ് ബ്യൂട്ടിഫുൾ. അപ്പൊ അവർ വളരെ സോഫ്റ്റ് ആയിട്ട് ടില്ലിന്റെ അടുത്ത് പറഞ്ഞു, എന്നെ എങ്ങനെ വളരെ യങ്ങും ബ്യൂട്ടിഫുളുമായിട്ട് ചിത്രീകരിക്കണം. ഇഫ് യു ഡോണ്ട് റിമൂവ് ദ ഹംപ് ഓൺ മൈ ബാക്ക് ആൻഡ് സപ്ലൈ വാട്ട് ഐ ലാക്ക് ഇൻ ബ്യൂട്ടി. എൻ്റെ മുതുകിലെ മുഴ മാറ്റി എനിക്ക് കുറവുള്ളത് നൽകിയില്ല എന്നുണ്ടെങ്കിൽ, ആ കുറവുള്ള സൗന്ദര്യം എനിക്ക് തിരിച്ചു നൽകിയില്ല എന്നുണ്ടെങ്കിൽ, ഐ വിൽ ഹാവ് യു ടോൺ ടു പീസസ്. ഞാൻ അങ്ങയെ കഷ്ണമാക്കി മാറ്റുന്നതാണ്. A young lady who was the companion of the Duchess came in as soon as the old lady left. ആ ഓൾഡ് ആയിട്ടുള്ള ലേഡി പോയി കഴിഞ്ഞ ഉടനെ രാജകുമാരിയുടെ സഹായിയായിട്ടുള്ള ഒരു സ്ത്രീ കടന്നു വന്നു. ഷീ വാസ് യങ് ആൻഡ് പ്രറ്റി. അവർ വളരെയധികം യങ്ങും അതോടൊപ്പം തന്നെ പ്രറ്റി ബ്യൂട്ടിഫുള്ളും ആയിരുന്നു. ബട്ട് ഹാഡ് ലോസ്റ്റ് 3 of her front teeth in an accident. എന്നാൽ ഒരു ആക്സിഡന്റിൽപ്പെട്ട് അവരുടെ മുൻനിരയിലെ 3 പല്ലുകൾ നഷ്ടപ്പെട്ടു. She wanted till that if in her picture she didn't see herself smiling with a perfect set of pearly teeth, she would have him cut into small bits by her lover. അപ്പൊ ചിത്രത്തില് നല്ല മനോഹരമായ തിളങ്ങുന്ന മുത്തുപോലെയുള്ള തിളങ്ങുന്ന പല്ലുകൾ കട്ടി ചിരിക്കുന്നവളായി ചിത്രീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ അവളുടെ ലവറിനെ കൊണ്ട് എന്ത് ചെയ്യും? ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുമെന്ന് ടില്ലിന് അവർ വാർണിംഗ് നൽകി. ഷീ പോയിന്റഡ് ടു ദ ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സ്. ഗാർഡ്സ്മാരുടെ ക്യാപ്റ്റനെ പോയിന്റ് ചെയ്തുകൊണ്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു അവർ പറഞ്ഞിരുന്നത്. അപ്പൊ അവരുടെ ലവർ എന്ന് പറയുന്നത് ആരാണ്? ഗാർഡ്സ്മാരുടെ ക്യാപ്റ്റൻ. സിമിലർ റിക്വറ്റ്സ് ആൻഡ് ത്രെഡ്സ് കണ്ടിന്യൂഡ് അണ്ടിൽ ഹി ഹാഡ് ഫിനിഷ്ഡ് വിത്ത് ദ ലാസ്റ്റ് ഓഫ് ദി കോർട്ടിയേഴ്സ്. ആ രാജകൊട്ടാരത്തിലുള്ള അവസാന വ്യക്തി എത്തിച്ചേരുന്നത് വരെ എന്ത് ചെയ്തു? അവസാന വ്യക്തി വരെ ഇതുപോലെയുള്ള ഭീഷണികളും അപേക്ഷകളും തുടർന്നു. Then the Archduke sent for him and said, my dear fellow, I want your portrait to be perfect in every detail. അപ്പം അവസാനം ആർച്ച് ഡ്യൂക്ക് ടില്ലിന്റെ അടുത്ത് പറഞ്ഞ എന്താണ്? എല്ലാ അർത്ഥത്തിലും നിങ്ങളുടെ ചിത്രം വളരെ പെർഫെക്റ്റ് ആയിരിക്കണം.
You are to paint all my courtiers exactly as we see them. രാജകൊട്ടാരത്തിലുള്ള എല്ലാവരെയും അവരെങ്ങനെയാണോ ഇപ്പോൾ കാണപ്പെടുന്നത് അതുപോലെ വരയ്ക്കണം. If you leave out a mole, a pimple or a single gray hair, I will have you slaughtered like a pig. അവരുടെ ഒരു കറുത്ത പാടോ മുഖക്കുരുവോ ഒരു നരച്ച മുടിയോ ഒഴിവാക്കുന്നു എങ്കിൽ എന്ത്, ഐ വിൽ ഹാവ് യു സ്ലട്ടേഡ് ലൈക്ക് എ പിഗ്, ഒരു പന്നിയെ കൊല്ലുന്നത് പോലെ ഞാൻ നിന്നെ കൊല്ലും എന്ന് വെച്ചാൽ ഇപ്പോൾ കാണുന്നത് പോലെ വരച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ വധിക്കും. Till coolly thought things over and said to himself. ടില്ല് വീണ്ടും ശാന്തമായിട്ട് കാര്യങ്ങൾ ചിന്തിച്ചതിനു ശേഷം സ്വയം പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഇഫ് ഐ പെയിന്റ് ദിസ് പിക്ചർ, ഞാൻ ഈ ചിത്രം വരയ്ക്കുകയാണെങ്കിൽ ഐ ഷാൽ സർട്ടൻലി ബി കിൽഡ്, ഉറപ്പായിട്ടും ഞാൻ കൊല്ലപ്പെടും. Either the Archduke will have me slaughtered like a pig for having disobeyed him, or the courtiers will have me murdered for painting them as they really are. ഒന്നുകിൽ എന്ത്, ഒരു പന്നിയെ കൊല്ലുന്നത് പോലെ നമ്മുടെ ആർച്ച് ഡ്യൂക്ക് എന്നെ കൊല്ലും. എന്ത് കാരണത്താല്? അനുസരണക്കേട് കാണിച്ചതിന്. അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ രാജകൊട്ടാരത്തിലുള്ള മറ്റുള്ളവർ, അവരെ ഇപ്പോൾ കാണുന്നത് പോലെ ചിത്രീകരിച്ചു കഴിഞ്ഞാൽ രാജകൊട്ടാരത്തിലുള്ള മറ്റുള്ള ആൾക്കാർ എന്നെ കൊല്ലും. ഇനി either case I am to die, രണ്ട് തരത്തിലായാലും മരണം ഉറപ്പാണ്. What am I to do? Perhaps it is wiser not to paint this picture at all. അപ്പോൾ ഒരു പക്ഷേ ചിത്രം വരയ്ക്കാതിരിക്കുന്നതായിരിക്കും ബുദ്ധി എന്ന് ആര് ചിന്തിച്ചു? നമ്മുടെ ടില്ല് ചിന്തിച്ചു. The following day he asked the Archduke for the hall where he was to paint the picture. പിറ്റേ ദിവസം ആ ചിത്രം വരയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഹാൾ എവിടെയെന്ന് ടിൽ ആർച്ച് ഡ്യൂക്കിന്റെ അടുത്ത് ചോദിച്ചു. He was shown a large room with bare walls. ശൂന്യമായ ചുവരോട് കൂടിയ വലിയൊരു മുറി ആർച്ച് ഡ്യൂക്ക് ടില്ലിന് കാണിച്ചു കൊടുത്തു. Till asked for thick curtains to be hung on the walls. കട്ടി കൂടിയ കർട്ടൻ ചുവരിൽ തൂക്കിയിടാനായി ടിൽ ആവശ്യപ്പെട്ടു. എന്തിനു വേണ്ടിയിട്ടാണ്? He wanted his painting to be protected from the flies and the dust. പ്രാണികളിൽ നിന്നും പൊടിയിൽ നിന്നും അദ്ദേഹത്തിന്റെ ചിത്രത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് ആരാഗ്രഹിച്ചു? ടില്ല് ആഗ്രഹിച്ചു. He also asked for 3 assistants to help him in mixing colors. കളർ മിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 3 സഹായികളെയും ടില്ല് വേണമെന്ന് പറഞ്ഞു. The Archduke gave him all that he asked for. അദ്ദേഹം ആവശ്യപ്പെട്ട എല്ലാം ആർച്ച് ഡ്യൂക്ക് നൽകി. For 30 days Till and his assistants feasted themselves on the choicest dishes and drank the finest wines. തുടർന്നുള്ള 30 ദിവസം ടില്ലും സഹായികളും വിഭവസമൃദ്ധമായ ആഹാരം കഴിച്ച് അവിടെ കഴിഞ്ഞുകൂടി. On the 31st day the Archduke thrust his nose in through the door and said, "It is time that you finish the painting." 31ാമത്തെ ദിവസം ആർച്ച് ഡ്യൂക്ക് വാതിലിലൂടെ മുഖം അകത്തേക്കിട്ടുകൊണ്ട് ടില്ലിന്റെ അടുത്ത് ചോദിച്ചു, എന്താണ്? ആ ചിത്രം പൂർത്തിയാകാനുള്ള സമയം ആയി. ഐ ആം ഈഗർ ടു സീ ഇറ്റ്. ഇത് കാണാനായിട്ട് ഞാൻ വളരെയധികം ആകാംക്ഷാവാനാണ്. ഈസ് ഇറ്റ് റെഡി? തയ്യാറായില്ലേ? ടിൽ സെഡ് ദാറ്റ് ദ പിക്ചർ വാസ് ബീയിങ് കംപ്ലീറ്റഡ് ആൻഡ് ദാറ്റ് ഹി നീഡഡ് സം മോർ ഡേയ്സ് ടു ഫിനിഷ് ഇറ്റ്. ഇപ്പൊ ടില്ല് പറഞ്ഞ എന്താണ്? ഏകദേശം പൂർത്തീകരിച്ചു, ഇനി അത് പൂർത്തിയാക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾ കൂടി വേണം. The Archduke replied that as long as the painting was perfect in every detail, he was prepared to be patient. അപ്പോൾ ആർച്ച് ഡ്യൂക്ക് പറഞ്ഞ എന്താണ്? എല്ലാ അർത്ഥത്തിലും നിങ്ങൾ വരയ്ക്കുന്ന ചിത്രം പൂർണ്ണതയുള്ളതായിരിക്കണം, അതുകൊണ്ട് കുറച്ച് ദിവസം കൂടി കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ്. The delay of week or 2 did not matter, he said. അപ്പോൾ 1-2 ആഴ്ചത്തെ കാലതാമസം പ്രശ്നമുള്ള കാര്യമല്ല എന്ന് ടില്ലിന്റെ അടുത്ത് ആർച്ച് ഡ്യൂക്ക് പറയുകയുണ്ടായി. Till and his companions continued their merrymaking for another fortnight. അടുത്ത 2 ആഴ്ച കൂടി ടില്ലും അദ്ദേഹത്തിന്റെ അനുയായികളും അല്ലെങ്കിൽ സഹായികളും ഇതുപോലുള്ള തമാശകൾ തുടർന്നു. On the 45th day, 45ാമത്തെ ദിവസം, once again the Archduke poked his nose in through the door. ഒരിക്കൽ കൂടി ആർച്ച് ഡ്യൂക്ക് വാതിലിലൂടെ മുഖം അകത്തേക്കിട്ടുകൊണ്ട് ചോദിച്ചത് എന്താണ്? Isn't it time that the picture was
കംപ്ലീറ്റഡ്. ചിത്രം പൂർത്തീകരിക്കാനുള്ള സമയം ആയില്ലേ? He asked. Till said that the portrait was being given the finishing touches. ടില്ല് പറഞ്ഞ എന്താണ്? ചിത്രം അവസാന മിനുക്ക് പണികളിലാണ്. He begged for some more time. കുറച്ച് സമയം കൂടി ടില്ലി യാചിച്ചു. ആരെടുത്ത്? ആർച്ച് ഡ്യൂക്കിന്റെ അടുത്ത് യാചിച്ചു. The Archduke said that his delay did not matter so long as he did an excellent job. അപ്പോൾ കാലതാമസം പ്രശ്നമുള്ള കാര്യമല്ല, നീ ചെയ്യുന്നത് നല്ല എക്സലന്റ് ആയിട്ടുള്ളൊരു ജോബ് ആയത് കാരണം കാലതാമസം പ്രശ്നമുള്ള കാര്യമല്ല. But he added, you should either complete the picture within 15 days or you should show me the unfinished picture now. മറ്റൊരു കാര്യം കൂടി ആർച്ച് ഡ്യൂക്ക് ടില്ലിന്റെ അടുത്ത് പറഞ്ഞു. ഒന്നുകിൽ എന്ത് വേണം? യു ഷുഡ് എയ്തർ കംപ്ലീറ്റ് ദ പിക്ചർ വിത്തിൻ 15 days. ഒന്നുകിൽ 15 ദിവസത്തിനകം നീ ചിത്രം പൂർത്തീകരിക്കണം. ഓർ യു ഷുഡ് ഷോ മീ ദ അൺഫിനിഷ്ഡ് പിക്ചർ നൗ. അല്ലെങ്കിൽ ഇപ്പോൾ ആ പൂർത്തിയാകാത്ത ചിത്രം കാണിക്കണം. ടിൽ പ്രോമിസ് ടു കംപ്ലീറ്റ് ദ പിക്ചർ വിത്തിൻ 15 days. 15 ദിവസത്തിനകം ചിത്രം പൂർത്തീകരിക്കാമെന്ന് ടിൽ പ്രോമിസ് ചെയ്തു. Saying that only a few minor details remained to be filled in. കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ കൂടി മാത്രമേ ചെയ്യാനായിട്ടുള്ളൂ. Should your lordship see the painting now, you would not be satisfied with it, he said. അങ്ങ് ഇപ്പോൾ ചിത്രം കാണുകയാണെങ്കിൽ അങ്ങേക്ക് അത് സംതൃപ്തി ഉണ്ടാക്കുകയില്ല. ടിൽ ആരെടുത്ത് പറഞ്ഞു? ആർച്ച് ഡ്യൂക്കിന്റെ അടുത്ത് പറഞ്ഞു. Till and his companions enjoyed themselves for yet another fortnight. അടുത്ത 2 ആഴ്ച കൂടി ടില്ലും അനുയായികളും അവിടെ എൻജോയ് ചെയ്തു. On the 60th morning, the Archduke forced his way into the room and said. 16ാമത്തെ ദിവസം ആർച്ച് ഡ്യൂക്ക് നിർബന്ധപൂർവ്വം മുറിയിലേക്ക് കയറി പറഞ്ഞു, I must see the picture at once. ഉടനെ എനിക്ക് ആ ചിത്രം കാണണം. Where is the picture? എവിടെ ചിത്രം? Draw those curtains apart. ആ കർട്ടൻ ഇരുവശങ്ങളിലേക്കും മാറ്റുക. The picture is ready, my lord, announced Till. Till എന്താണ് പറഞ്ഞത്? പ്രഭു, ചിത്രം പൂർത്തിയായി. Then why don't you draw the curtains? പിന്നെ നീ എന്തുകൊണ്ട് കർട്ടൻ മാറ്റുന്നില്ല? What's the matter? The Archduke asked. എന്താണ് പ്രശ്നം? ആർച്ച് ഡ്യൂക്ക് ടില്ലിന്റെ അടുത്ത് ചോദിച്ചു. I want you to grant me one last favor, said Till. അങ്ങ് എനിക്ക് അവസാനമായിട്ട് ഒരു ആനുകൂല്യം കൂടി ചെയ്തു തരണം. എന്താണ് ആനുകൂല്യം? Please order all the courtiers to assemble in this room. ഈ രാജസന്നിധിയിലുള്ള ആൾക്കാരുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും ഈ റൂമിൽ എത്തിച്ചേരാനായിട്ട് അങ്ങ് ഓർഡർ ചെയ്യുക. When they are here, I want to say a few words to them and then I will draw the curtains. അവരിവിടെ എത്തിച്ചേരുമ്പോൾ, ഈ റൂമിൽ എത്തിച്ചേരുമ്പോൾ അവരുടെ അടുത്ത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാം? കർട്ടൻ മാറ്റാം. The Archduke ordered all the courtiers to assemble in the hall. ആ രാജസന്നിധിയിലുള്ള രാജകൊട്ടാരത്തിലുള്ള എല്ലാവരുടെ അടുത്തും ആ ഹാളിൽ എത്തിച്ചേരാനായിട്ട് ആർച്ച് ഡ്യൂക്ക് ഓർഡർ ചെയ്തു. Till addressed them. Till അവരെ എല്ലാവരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? My lord, ladies and gentlemen, the picture is ready. ചിത്രം പൂർത്തിയായി. You will now be able, as I draw the curtains, to see how well I have done my work. ഞാൻ കർട്ടൻ മാറ്റുമ്പോൾ ഞാൻ എത്ര മനോഹരമായിട്ടാണ് ഈ ചിത്രം വരച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. You can all admire my work. നിങ്ങൾ എല്ലാവരും എൻ്റെ ചിത്രത്തെ പുകഴ്ത്തും. But I must warn you that there is something very special about this picture. എന്നാൽ ഈ ചിത്രത്തിനൊരു പ്രത്യേകതയുണ്ട് എന്ന് ഞാൻ നിങ്ങൾക്ക് വാർണിംഗ് നൽകുന്നു. എന്താണ് പ്രത്യേകത? Only those among you who have noble blood in your veins will be able to see these paintings. രാജരക്തം സിരകളിലൂടെ ഓടുന്നവർക്ക് മാത്രമേ ഈ ചിത്രം കാണാനായി കഴിയുകയുള്ളൂ. All the rest, whatever their rank or position, മറ്റുള്ളവർ അവരുടെ പദവി എന്തു തന്നെയായാലും will see nothing but a blank wall. ഒഴിഞ്ഞ ചുവരല്ലാതെ മറ്റൊന്നും കാണാനായി, ശൂന്യമായ ചുവരല്ലാതെ മറ്റൊന്നും കാണാനായി കഴിയുകയില്ല. Now I will draw the curtains. Till flung the curtains aside. എന്ത് ചെയ്തു? അത് പറഞ്ഞുകൊണ്ട് ടിൽ കർട്ടൻ ഇരുവശങ്ങളിലേക്കും മാറ്റി. The courtiers outdid one another in showing their admiration for the picture. അപ്പോൾ ഓരോരുത്തരായിട്ട് പുകഴ്ത്താനായി തുടങ്ങി.
They praised Till for his splendid painting. ഇത്രയും മനോഹരമായ ചിത്രം വരച്ചതിന് അവർ എല്ലാവരും ടില്ലിനെ പുകഴ്ത്തി. They remarked how natural each one of them looked in the picture and eagerly pointed out their friends and acquaintances. അപ്പോൾ സുഹൃത്തുക്കളെയും മറ്റുള്ളവരെയും എല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ പറഞ്ഞ എന്താണ്, ഓരോരുത്തരും എത്ര നാച്ചുറൽ ആയിരിക്കുന്നു. All of a sudden the Duke Jester leaped into the air and shouted. അതേസമയം കൊട്ടാരം വിദൂഷകൻ വായുവിൽ ഉയർന്നു ചാടിക്കൊണ്ട് അങ്ങാട്ടേക്ക് കടന്നു വന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. എന്താണ് പറഞ്ഞത്? All of you know that I am a fool. ഞാനൊരു വിഡ്ഢിയാണെന്ന് എല്ലാവർക്കും അറിയാം. And I have no blue blood in my veins. എന്റെ സിരകളിൽ രാജരക്തം ഓടുന്നുമില്ല. I can see no picture but only a blank wall. ഒഴിഞ്ഞ ചുവരല്ലാതെ മറ്റൊന്നും എനിക്ക് കാണാനായി കഴിയുന്നില്ല. When fools begin to talk, observe till it's time for wise men to walk. വിഡ്ഢികൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ ബുദ്ധിയുള്ളവർ നടന്നു പോകണം, കടന്നു പോകണം, നടന്നു പോകണമെന്ന് ടിൽ ഒബ്സർവ് ചെയ്തു. He calmly strode out of the hall and rode away on his donkey. അദ്ദേഹം വളരെ ശാന്തമായി എന്ത് ചെയ്തു? മുറിക്ക് പുറത്തിറങ്ങി കഴുതപ്പുറത്ത് കയറി പോവുകയും ചെയ്തു. The feathers in his cap danced in the gentle breeze. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ തൊപ്പിയിലുള്ള തൂവലുകൾ ഇളം കാറ്റിൽ ആടാനായി, നൃത്തം ചെയ്യാനായി തുടങ്ങി. ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ ഉള്ളത്.